ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പൊ ആരാണ് പ്രാർത്ഥിക്കുന്നത്? യേശു. എപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്ത് കുർബാന അർപ്പിക്കുന്നത് ആരാണ്? യേശു. പ്രാർത്ഥിക്കുന്നത് ആരാണ്? യേശു. പരിഹാരം ചെയ്യുന്നത് ആരാണ്? യേശു. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? എപ്പോഴും ഓർത്തിരിക്കണം, തിരുസഭയുടെ എല്ലാ പ്രാർത്ഥനകളും ലീഡ് ചെയ്യുന്നത് യേശുവാണ്. യേശു നയിക്കുന്ന ഒരു പ്രെയർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രയറിനെ എപ്പോഴും അങ്ങനെ മനസ്സിലാക്കാവൂ, പ്രാർത്ഥിക്കുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് പിതാവിനും മനുഷ്യർക്കും ഇടയിൽ അവൻ ഏകമധ്യസ്ഥൻ. അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി എല്ലാം അവന്റെ പാദങ്ങൾക്ക് കീഴിലാകുവോളം അവൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. പിതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോധങ്ങളും വിചാരങ്ങളും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് ഉയരട്ടെ എന്ന്. എല്ലാ ലിറ്റർജിയിലും അത് വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും എല്ലാം യേശുവാണ്. നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മളത് പങ്കെടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ അർത്ഥം. ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പൊ ഈശോ എന്താ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ ഒന്ന് ഇരിക്കും.